ആ കുറേ നാളായാലോടോ തന്നെ കണ്ടിട്ട്. കുറച്ച് ഫാമിലി പ്രോബ്ലംസ്. എന്തേ? ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ലടോ. നമ്മളൊന്ന് വിചാരിക്കുന്നു, മറ്റൊന്ന് നടക്കുന്നു. ഞാൻ ഇന്നലെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. പിന്നെ ചില തിരക്കുകളിൽ പെട്ടു. ഇന്നലെ വേറൊരു വഴിക്ക് പോയി. പെങ്ങളുടെ വീട്ടിലൊന്ന് പോകാണ്ടായിരുന്നു. അവിടെ ഇതിലും വലിയ പ്രശ്നങ്ങൾ. എന്താ ചെയ്യ? ഇത്രയും കാലം ഞാൻ പിടിച്ചു നിന്നതാ. ഇനി എന്നെക്കൊണ്ട് പറ്റില്ല. നമ്മൾ വിചാരിക്കുന്നതല്ലടോ അവർ മനസ്സിലാക്കുന്നത്. എന്താ നീ കാര്യം പറയേ? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്തായാലും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. നിന്നെ കണ്ട് യാത്ര പറയാനാ വന്നത്. നീ നല്ലപോലെ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയല്ലേ? അതെ. അവൾക്ക് എന്തായാലും ഒരു യഥാർത്ഥ ഭാര്യയാവാൻ കഴിയില്ല, എല്ലാ അർത്ഥത്തിലും. ഇനി സഹിക്കാൻ വയ്യ. ജീവിതമല്ലടോ. കുടുംബത്തിൽ സമാധാനം ഇല്ലാണ്ടായ എന്താ ചെയ്യാലേ? എന്ത് ചെയ്യാനാ? നമ്മളെ രാമേട്ടന്റെ അവസ്ഥ തന്നെ അറിഞ്ഞില്ലേ? കാശുണ്ടായിട്ട് എന്താ? നിങ്ങളുടെ മേരിനെ കണ്ടില്ലല്ലോ. ഓള് വരും. അതുകൊണ്ടല്ലേ ഞാൻ ഈ തണുപ്പാൻ കാലത്ത് വയസ്സാം കാലത്ത് ഇങ്ങനെ നടക്കാൻ ഇറങ്ങണത്. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ഒരു പറിച്ചു നടൽ അനിവാര്യമാണ്. അപ്പോൾ എന്നാൽ ശരി. അമ്മണി, ഏതാ ഈ മോൻ? ആങ്ങളുടെ മോനാ. അല്ലെങ്കിലേ അവള് നേരമേക്ക് വന്നിരിക്കുക. പിന്നെ അവളെ വിളിച്ചു നിർത്തി സംസാരിക്കുകയാണോ? അമ്മിണി, വേഗം വാ. അമ്മോ, അവിടെ പോയി കളിച്ചോളോട്ടാ, കല്ലുടരുതേ. ചേച്ചിയേ, ഗ്യാസ് ബുക്ക് ചെയ്തില്ലേ? എത്ര ദിവസമായി ഗ്യാസ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്? ഫോണിന്റെ ബില്ലടച്ചോ? കേബിളിന്റെ ബില്ലടച്ചോ? ഏത് നേരം TV, ഫോണ്, 24 മണിക്കൂർ ഫോണ് കുത്തിപ്പിടിച്ചിരുന്നോ? ഓൺലൈനായിട്ട് അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ. ചെയ്തോളാം. നിനക്ക് ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. എല്ലാം പിന്നേക്ക് വയ്ക്കല ദോഷം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ കൊണ്ട് നടത്തുന്നത്. എന്താ നിനക്ക് ഇവിടെ ഒരു കുറവുള്ളത്? ഒരു കുറവുമില്ല. ഏതു നേരം TV, ഫോണ്. ഇതാണോ ജീവിതം? എന്നെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ഇവിടെ കാട്ട നിങ്ങള്? അമ്മിണി, കഴിഞ്ഞില്ലേ? മക്കളെ, ഇവിടെ ഇരിക്കേ, ചായ കുടിക്കണ്ടേ?
മക്കള് കുടിച്ചോളെ.